നമസ്കാരം. ജനസേവ 2.0 യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്താനും ശ്രദ്ധിക്കുമല്ലോ. വായ്പാ തട്ടിപ്പുകൾ തടയാൻ നിയമം വരുന്നു. അനധികൃതമായ വായ്പകൾ തടയാൻ നിയമം വരുന്നു. തട്ടിപ്പ് വായ്പകൾ തടയാനുള്ള ബിൽ ഈ മാസം 21 തുടങ്ങുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചേക്കും. നേരിട്ടോ ഓൺലൈനായോ ഇത്തരം വായ്പകൾ നൽകുന്നവർക്ക് 7 വർഷം വരെ തടവും 1 കോടി രൂപ പിഴയും നൽകാൻ വ്യവസ്ഥയുണ്ടായിരിക്കും. വായ്പാ തിരിച്ചടവിൻ്റെ പേരിൽ വ്യക്തികളെ ദ്രോഹിച്ചാൽ 10 വർഷം വരെ തടവും പിഴയും ലഭിക്കും. വായ്പ എടുത്തയാൾ, വായ്പ നൽകിയാൽ എന്നിവർ വിവിധ സംസ്ഥാനങ്ങളാണെങ്കിൽ CBIക്ക് കേസ് കൈമാറാനും ബില്ലിൽ വ്യവസ്ഥയുണ്ടാകുമെന്നാണ് സൂചന. ഈടുവെച്ച സ്വത്തുക്കളും സംസ്ഥാനത്തിന് പുറത്താണെങ്കിൽ CBIക്ക് അന്വേഷിക്കാം. തട്ടിപ്പിൽ ഉൾപ്പെട്ട തുക നിശ്ചിത പരിധിയിൽ കൂടിയാലും പൊതു താൽപ്പര്യത്തിൻ്റെ പേരിൽ CBIക്ക് വരാം. ഓൺലൈൻ വായ്പ തട്ടിപ്പുകൾ ഒട്ടേറെ പേരുടെ ആത്മഹത്യയിലേക്ക് വരെ നയിച്ചിരുന്നു. ഇത്തരം പ്രശ്നങ്ങൾ തടയാനാണ് നിയമനിർമ്മാണം. രാജ്യത്തെ അംഗീകൃത വായ്പ ആപ്പുകളുടെ പട്ടിക വൈറ്റ് ലിസ്റ്റ് റിസർവ് ബാങ്ക് കഴിഞ്ഞ ദിവസം വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. ഓൺലൈൻ വായ്പ തട്ടിപ്പുകൾ പെരുകുന്ന സാഹചര്യത്തിലായിരുന്നു RBIയുടെ നിർണായക നടപടി. 1600 അംഗീകൃത ആപ്പുകളുടെ പട്ടികയാണ് പ്രസിദ്ധീകരിച്ചു. വായ്പ എടുക്കുന്ന ഒരു വ്യക്തിക്ക് അയാൾ എടുക്കുന്ന വായ്പ അംഗീകൃതമായ ആപ്പിൽ നിന്നാണോ എന്ന് ഇതുവഴി പരിശോധിക്കാം. ഇൻഷുറൻസ് മേഖലയിൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപത്തിനുള്ള പ്രായപരിധി 74% 100% ഉയർത്താനുള്ള ബില്ലും പാർലമെന്റിലെ പരിഗണനയിൽ എത്തുന്നതാണ്. ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ.